ഇത് വന്ന് ബാക്ക് കഴുത്താണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. ഫ്രണ്ട് കഴുത്ത് അതിൽ തുണിയിൽ വന്നിട്ടുള്ളതാണത്. ബാക്ക് കഴുത്ത് ക്യാൻവാസിൽ അളവ് പ്രകാരം 6 ഇഞ്ച് വീതി 4 ഇഞ്ച് ഇറക്കം വെട്ടിയെടുത്ത് അത് ലൈനിങ് തുണിയിലാണ് ഒട്ടിക്കുന്നത്. മടക്കി അടിക്കാനുള്ള തുമ്പാണിത്. അതിങ്ങനെ വെട്ടിയെടുക്കുക. ഇനി അത് സമം വെട്ടിയെടുക്കുക. ഷോളറിന് അടിച്ചുള്ള തുമ്പ് നമ്മൾ ക്യാൻവാസിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിച്ചത് ഇത് കറക്റ്റ് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് വരണം. അത് 6 ഇഞ്ച് അകലം കറക്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മുറിച്ചെടുക്കാത്തത്. അതിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തി ഒരു വെട്ടിട്ട് കൊടുക്കുക. അതാ തയ്യത്തുമ്പ് ഇട്ട ഭാഗം മടക്കി തയ്ക്കുക. ഇതേപോലെ അരുവിന് റൗണ്ടായി കിട്ടാനാണ് ചെറിയ ചെറിയ മടക്കിങ്ങനെ കൊടുക്കുന്നത്. ഇനി വന്ന് അത് ബാക്ക് പീസിൻ്റെ ലൈനിങ് അതിൻ്റെ അടിഭാഗം ഇതുപോലെ ചെറുതാക്കി മടക്കി തയ്ക്കുക. ബാക്ക് പീസിൻ്റെ ബീന്ന് എഴുതിയിട്ടുണ്ട്. അത് മാറിപ്പോകാണ്ടിരിക്കാൻ അങ്ങനെ എഴുതുന്നത്. കുഴിക്കാത്ത ഭാഗമാണ്, അതുകൊണ്ടാണ് ഫ്രണ്ട് ഭാഗം കുഴിച്ചിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ഒറിജിനൽ പീസ് ഇതുപോലെ സെൻറ്ററും വിട്ടിട്ടെടുത്തിട്ട് സെൻറ്റർ അടയാളത്തിന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഇനി ലൈനിങ്ങിൻ്റെ ആ സെൻറ്റർ വെട്ടും ഒറിജിനൽ പീസിൻ്റെ സെൻറ്റർ വെട്ടും കൂടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സെൻറ്റർ അത് നീങ്ങി പോകാതിരിക്കാനാണ്. അത് ഷിഫോൺ തുണിയാണ് ഒറിജിനൽ പീസ്. അല്ലെങ്കിൽ പിന്ന് കുത്തേ എന്തെങ്കിലും ചെയ്താൽ മതി. ഇപ്പം ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക, കുറച്ച് ഭാഗം മാത്രം. അപ്പോൾ അത് കറക്റ്റ് നിന്ന്. ഇനി നമ്മൾ ഒട്ടിച്ച് വെച്ച കഴുത്തിൻ്റെ ക്യാൻവാസ് ഒട്ടിച്ച കഴുത്തിൻ്റെ അതും സെൻറ്റർ ഭാഗം വെച്ചിട്ട് ഇതേപോലെ ക്യാൻവാസിൻ്റെ അരികിന് അടിച്ചെടുക്കുക, കറക്റ്റ് റൗണ്ടായിട്ട്. ഇതേപോലെ അതിനരികിന് ക്യാൻവാസിന് കയറാൻ പാടില്ല. അപ്പോൾ പിന്നെ കഴുത്ത് ആ ഭാഗം പൊള്ളച്ചു വരും. കറക്റ്റ് അളവിന് റൗണ്ട് ഷേപ്പിൽ അതേ ക്യാൻവാസിന് അതേ ഷേപ്പിന് തയ്ച്ചെടുക്കണം. ഇനി കുറച്ച് തുമ്പിട്ടിട്ട് അടിത്തുമ്പ് ഇട്ടതിന് ശേഷം അത് വെട്ടിക്കളയുക. ഇതേപോലെ റൗണ്ടാക്കി ക്യാൻവാസ്മ കൊള്ളാതെ തുണിയിൽ ക്യാൻവാസ് അത് ഫിനിഷിങ്ങിലാണ് നമ്മൾ തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് തുമ്പിട്ട് വേണം വെട്ടാൻ. ഇനി പിരിയാതിരിക്കാനാണ് ഇതുപോലെ ഒരു വെട്ടെടുക്കുക. അപ്പോൾ കറക്റ്റ് റൗണ്ട് നമുക്ക് കിട്ടും. അതിനാണ് ഇങ്ങനെ ചെറിയ ചെറിയ വെട്ടെടുക്കുക. കയറ്റി വെട്ടരുത്. വെട്ടിക്കഴിഞ്ഞാൽ ക്യാൻവാസിന് കൊള്ളും. ക്യാൻവാസിന് കൊള്ളാത്തതിൽ വെട്ടിയെടുത്ത് ഇതേപോലെ ഒന്ന് മറിച്ച് ഒറിജിനൽ പീസ് നീക്കിയതിന് ശേഷം അത് ലൈനിങ്ങുമ്പോൾ ആ റൗണ്ട് വെച്ച് പിടിപ്പിക്കണം. അതേപോലെ ഈ കാണിക്കുന്ന അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒറിജിനൽ പീസിനല്ല, ലൈനിങ്ങുമ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. പലവരും പല രീതിയിൽ ചെയ്യും. ഇത് നമ്മൾ ലൈനിങ് ചെയ്യുന്നതാണ്. മറ്റത് ചിലർ അത് ഹെമ്മിങ് ചെയ്ത് കൈ കൊണ്ട് തുന്നിയെടുക്കും. അത് വേണ്ട. ഇത് നമ്മൾ ലൈനിങ്ങുമായി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കിട്ടും. അത് ഇതേപോലെ റൗണ്ടായിട്ട് കേട്ടോ. ഇനി അത് ഫ്രണ്ട് പീസാണ്. അത് ഞാൻ എഫ് എഴുതിയുള്ള ഫ്രണ്ട് കുഴിച്ച ഭാഗം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇറക്ക് ഭാഗം ഇതേപോലെ മടക്കി തയ്ക്കുക. അതിൻ്റെ സെൻറ്ററും ഇതേപോലെ നമ്മൾ നേരത്തെ ബാക്ക് പീസ് ചെയ്ത പോലെ സെൻറ്റർ ഒരു അടയാളത്തിലാണ് അത് ചെയ്യുന്നത്. ഇതിൽ എംബ്രോയിഡറി വർക്ക് കഴുത്ത് വന്ന കാരണം നമുക്കതിൽ ക്യാൻവാസിൻ്റെ ആവശ്യം വരുന്നില്ല. അതേ ഷേപ്പിൽ തന്നെ ആ സെൻറ്റർ വെട്ട് കറക്റ്റ് വെച്ച് ആ എംബ്രോയിഡറി അതേ കറക്റ്റിന് തയ്ച്ചെടുക്കുക. നമ്മൾ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി തയ്ച്ച് അതേപോലെ തന്നെ എംബ്രോയിഡറി സൈഡിൽ കൂടി അതിന്മേൽ കയറാതെ ശ്രദ്ധിച്ച് തയ്ച്ചെടുക്കണം.
കറക്റ്റ് റൗണ്ടാക്കിയിട്ട് തുണിയൊന്നും വലിക്കരുത്, വലിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും. ഇനി കുറച്ച് തുമ്പിട്ടിട്ട് വെട്ടിയെടുക്കണം, നമ്മൾ ബാക്ക് പീസ് ചെയ്ത പോലെ. എന്നിട്ട് ഇതേപോലെ ക്രോസിൽ ഇങ്ങനെ ഓരോ വെട്ടിട്ട് കൊടുക്കുക. എന്നാലാണ് നമുക്ക് റൗണ്ട് ശരിക്കും വളഞ്ഞ് കിട്ടുള്ളൂ, കറക്റ്റ് റൗണ്ട് കഴുത്തായി കിട്ടണമെങ്കിൽ അത്. അതിന് ശേഷം ഇതുപോലെ ലൈനിങ് കാണാതെ ഉള്ളിലേക്ക് ലൈനിങ് ടൈറ്റ് ചെയ്തിട്ട് പുറത്ത് കൂടി സ്റ്റിച്ച് ഇതേപോലെ. അത് ശ്രദ്ധിച്ച് തയ്ക്കണം, ചിലപ്പോൾ ഇതിൽ ഓരോ സ്റ്റോണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ ലൈനിങ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വലിച്ചതിന് ശേഷം തയ്ച്ചെടുക്കുക. അപ്പോൾ അവിടെ കല്ലുണ്ട്, ഷോൾഡർ പിടിപ്പിക്കുമ്പോൾ കല്ല് സൂചി കയറാതിരിക്കുന്ന കല്ല് പറിച്ചെടുത്തത്. ഇനി അത് ലൈനിങ് അതേപോലെ പിടിപ്പിക്കുക. ഫ്രണ്ട് പീസിന് ഒരു കുറച്ച് കൂടുതലുണ്ടായിരിക്കും ലൈനിങ്, നമ്മൾ കുഴിച്ചിട്ട് വെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റ് വെട്ടിക്കളണം. സൈഡെല്ലാം ലൈനിങ്ങിൻ്റെ അതേ കറക്റ്റിൽ പിടിപ്പിക്കുക. പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഷേപ്പ് ഭാഗവും സ്ലിറ്റ് ഭാഗവും ഓരോ വെട്ടിട്ടുണ്ട്, അതും ഇതും കറക്റ്റ് ആയിരിക്കണം. പീസിന് വെട്ടി അതേ ഇത് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ചുരിദാർ തയ്ച്ച് കഴിഞ്ഞാൽ കയറിറങ്ങി നിൽക്കില്ല, കറക്റ്റ് കിട്ടും രണ്ട് സൈഡും. അതേപോലെ മറ്റേ സൈഡും തയ്ക്കുക. ആ റിഗാളിൻ്റെ ഭാഗം മാത്രം കുഴിച്ച് വെട്ടിയ കാരണം കുറച്ച് ഷിഫോൺ ബാലൻസ് വരും, അതേ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കളയണം. തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് എല്ലാ വെട്ടുകളും കറക്റ്റ് ആയിരിക്കണം. ഷിഫോൺ ആയതുകൊണ്ട് കുറച്ച് നീങ്ങിണ്ടെങ്കിൽ അതെല്ലാം വെട്ടി കറക്റ്റ് ചെയ്യണം. അത് അപ്പോൾ ഫ്രണ്ടും നമ്മൾ തയ്ച്ച് വെച്ചു. ഇനി കൈ ഇതേപോലെ തയ്ച്ച് വെക്കുക. കൈയുടെ കുഴിച്ച ഭാഗം ഫ്രണ്ടിലാണ് വരുന്നത്. ഞാൻ അതിന് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടിഭാഗത്ത് എക്സ്ട്രാ തുണിയിട്ടത് ഇതേപോലെ മടക്കി തയ്ക്കുക. കൈയുടെ അടിഭാഗം ഇതേപോലെ മടക്കി തയ്ക്കുക. എന്നിട്ട് ലൈനിങ് കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. തുണിയൊന്നും വലിച്ചു കൊടുക്കരുത്. വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പൊള്ളച്ച് വരും. എല്ലാം കറക്റ്റാക്കി ബാലൻസിൽ ഇതേപോലെ വെട്ടിക്കളയുക. ഇത് കൈക്കൂടെ ഭാഗത്ത് കുറച്ച് കുറവ് വന്നു ഷിഫോൺ, അപ്പോൾ അതിന് നമ്മൾ ജോയിൻറ്റ് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അതും ഇതേപോലെ പീസ് എടുത്ത് കൊടുത്തതിന് ലൈനിങ്ങിനോട് കറക്റ്റ് വെട്ടിയെടുക്കുക. ഫ്രണ്ട് ബാക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തയ്ച്ച് തുടങ്ങിയ അവസാനിച്ച ഭാഗം ബാക്ക് സൈഡാണെങ്കിൽ തുടങ്ങുമ്പോൾ അവിടുന്ന് തുടങ്ങണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ബാക്കും ഫ്രണ്ടും മറിഞ്ഞു പോണത്. രണ്ട് കൈക്കും ഇതേപോലെ ചെറിയ ജോയിൻറ്റ് വന്നിട്ടുണ്ട്. ഇതിന് ഈ തുണിക്ക് എംബ്രോയിഡറി വർക്കൊന്നുമില്ല, ഫ്രണ്ട് പീസിൽ മാത്രം വർക്കുള്ളൂ. അതുകൊണ്ട് ലൈസ് അതിന് മാച്ചത്തിൽ ലൈസ് വെച്ച്, അതിന് വീതി കുറവാണ്, സ്റ്റോൺ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ചവിട്ടി മാറ്റിയതിന് ശേഷം വൺ സൈഡ് ചവിട്ടി ഒരു ഭാഗത്തേക്കുള്ള അത് ഫിറ്റ് ചെയ്തിട്ട് തയ്ക്കണതാണ് നല്ലത്, അല്ലെങ്കിൽ ഫിനിഷിങ് കിട്ടില്ല. അത് വൺ സൈഡ് ചവിട്ടി വെക്കുമ്പോൾ ലൈസിൻ്റെ ഭാഗത്തേക്ക് ചവിട്ടി വരാൻ പാടില്ല, അവിടെ ഓപ്പൺ ആയിരിക്കണം. ഇതേപോലെ ഈ വീഡിയോ കണ്ടാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ലൈസിൽ ഫുള്ളും സ്റ്റോണാണ്, അതുകൊണ്ടാണ് വൺ സൈഡ് ചവിട്ടി തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് പോയിന്റിൽ തയ്ക്കാൻ പറ്റും. ലൈസ് വാങ്ങിക്കുമ്പോൾ ആ എംബ്രോയിഡറി പറ്റിയ ലൈസ് തന്നെ മാച്ച് നോക്കി വാങ്ങിക്കണം, എന്നാലാണ് അതിന് അതേ ഇതിൽ ഫിനിഷിങ് കിട്ടുള്ളൂ. ഇപ്പോൾ രണ്ട് ലൈസ് വെച്ച് കഴിഞ്ഞ് രണ്ട് കയ്യിലും. ഇനി നമ്മൾ സാധാ ചവിട്ടിയിട്ട് ബാക്കി സ്റ്റിച്ചിങ് തുടങ്ങാം. ഇതിൻ്റെ കൈ ലൂസ് 5.25 ഇഞ്ചാണ്. കൈ ലൂസ് ശ്രദ്ധിക്കുക. ആ ഭാഗത്ത് സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയണം.
ഇനി നമ്മളിതിൻ്റെ സെൻറ്റർ ഭാഗം എപ്പോഴും അളവ് ശ്രദ്ധിക്കണം നല്ലതാണ്. 8.5 ഇഞ്ചിലാണ് ഞാൻ സെൻറ്റർ കണക്കായിട്ടുള്ളത്. 8 ഇഞ്ചിൽ അവിടെ 6.25 ഇഞ്ചോളം ലൂസ്. അത് നമ്മൾ അളവ് കൊണ്ടുവരുമ്പോൾ ഞാൻ കട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ലൂസ് 6.25. എന്നിട്ട് ഇതിൽ നിന്ന് 6.25ലേക്ക് തയ്ച്ച് കൈക്കൂടെ ഭാഗത്തൊരു വെട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റ് അളവ് നമുക്ക് കിട്ടും. ഇതുപോലെ മറ്റേ കൈയും അതേപോലെ തന്നെ തയ്ക്കുക. രണ്ട് കൈയും തയ്ച്ചു. ഫ്രണ്ടും ബാക്കും ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ഫ്രണ്ട് കുഴിച്ച ഭാഗത്തിൻ്റെ അടയാളം വെക്കണം, എന്നാലാണ് കറക്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ബാക്ക് പീസ് തയ്ച്ച ബാക്ക് പീസാണത്. അതിൻ്റെ ലൈനിങ് ഇതേപോലെ വെച്ച് അതിൻ്റെ ഒറിജിനൽ പീസ് ഫ്രണ്ട് പീസും, അതിനുശേഷം ഷിഫോണിനെ അത് കവർ ചെയ്തെടുക്കണം. പ്രത്യേകം വീഡിയോ കണ്ടാൽ അറിയാം. അത് ബാക്ക് പീസും അതും വെക്കുന്നത് വീഡിയോയിൽ കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. കറക്റ്റ് ആയിരിക്കണം പോയിന്റ്. ഇതേപോലെ അതുപോലെ മറ്റേ ഷോൾഡറും അതേപോലെ ചെയ്യാം. ഇതേപോലെ രണ്ട് ഷോൾഡറും. ഇനി ഇത് മേലെ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ റൗണ്ട് തന്നെ കഴുത്തും സ്റ്റിച്ച് ചെയ്ത് തരാം, ബാക്ക് കഴുത്ത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങും കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. നമ്മൾ ഫ്രണ്ട് പീസ് തയ്ച്ച പോലെ തന്നെ ലൈനിങ്ങും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മളിങ്ങനെ സാധാ റൗണ്ട് കൂട്ടുന്നില്ല, ഇതേപോലെ പെട്ടെന്ന് പോലെ ഷേപ്പ് ചെയ്യാനാണ് അതൊക്കെ എളുപ്പം. ഇതാണ് കൈയുടെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ കൂട്ടുന്നത്. ഫ്രണ്ട് ഭാഗം കുഴിച്ച ഭാഗം ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസും ഇതേപോലെ വെട്ട് കറക്റ്റ് ചെയ്തിട്ട് പിടിപ്പിക്കണം. ഇനി ഷോളർ വെട്ടും സെൻറ്റർ വെട്ടും കൂടി നോക്കുക. ഷോളറിൻ്റെ ജോയിൻറ്റും ഈ സെൻറ്റർ വെട്ടും കൈയുടെ കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് രണ്ട് വെട്ടും കറക്റ്റാണ്. ഇനി അടുത്ത കൈ പിടിക്കുമ്പോൾ ബാക്ക് പീസ് വരും. അപ്പോൾ നമ്മൾ കുഴിക്കാത്ത ഭാഗമാണ് വെക്കുന്നത്. ഈ റൗണ്ട് കൂട്ടാൻ എങ്ങനെ ചെയ്യാം. ഇതാവുമ്പോൾ ഷേപ്പ് ചെയ്യാനും എല്ലാത്തിനും എളുപ്പമാണ്. ഇനി ബാക്കി നമ്മൾ ഇതുപോലെ മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ, കട്ട് ചെയ്യുമ്പോൾ ഒരേ മാർക്ക്, ആ മാർക്കിലൂടെ കറക്റ്റ് തയ്ച്ചാൽ അളവ് കറക്റ്റായിരിക്കും. ടാപ്പ് വെച്ച് അളവ് നോക്കി ഒന്നും വേണ്ട. നമ്മൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ അതിന് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിലൂടെ ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇതിൻ്റെ കട്ടിങ്ങിൽ ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്യേണ്ട വിധം ആ മാർക്കിലൂടെ തയ്ക്കാനൊക്കെ. അപ്പോൾ പിന്നെ അളവ് നോക്കണ്ട, കൈയുടെ അളവ് മാത്രം നോക്കിയാൽ മതി. ഇനി അത് സ്ലിറ്റിൻ്റെ ഭാഗം ഇതേ രീതിക്ക് തയ്ച്ചെടുക്കുക. രണ്ട് സൈഡും കഴിഞ്ഞ് ഇനി ഓപ്പണിൻ്റെ ഭാഗമാണ് സ്ലിറ്റ്. ഇത് പിരിയാതെ നോക്കണം, വലിക്കരുത്, ലൂസായിട്ട് തന്നെ കൊടുക്കണം. വലിച്ചാൽ പിന്നെ അത് പിരിഞ്ഞു പോകും. പ്രത്യേകിച്ചും ഷിഫോൺ ആയതുകൊണ്ട് ശ്രദ്ധിച്ച് തയ്ക്കണം. അവിടുന്ന് അത് ഷേപ്പ് ചെയ്ത് അതേപോലെ തന്നെ നല്ല കറക്റ്റാക്കി മടക്കി വെക്കണം. ഇതേപോലെ വർക്കിൻ്റെ അളവ് വരുമ്പോൾ സ്റ്റോൺ ഉണ്ടെങ്കിൽ അതെല്ലാം നടത്തി മാറ്റണം, അല്ലെങ്കിൽ സൂചി പൊട്ടും, ശ്രദ്ധിക്കണം. അവിടെ എത്തുമ്പോൾ സ്പീഡ് കുറച്ചാലും നല്ലതാണ്. കൈ കൊണ്ട് കറക്കിയാൽ ഏറ്റവും നല്ലത്, കാരണം സ്റ്റോൺ ഏത് ഭാഗത്ത് വരുന്നത് പറയാൻ പറ്റുന്നില്ല. അതിനുശേഷം അതിൻ്റെ അറ്റത്ത് കൂടി ഇതേപോലെ സ്റ്റിച്ച്, അതും ശ്രദ്ധിച്ച് തയ്ക്കണം, വലിഞ്ഞു പോരുത്. ഇപ്പോൾ നമ്മൾ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞു. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതേപോലെ
ക്ലിയർ ആയിട്ടുണ്ട്. ലൈനിങ് ഒന്നും പൊള്ളച്ചിട്ടില്ല, കറക്റ്റായി എല്ലാ ഭാഗം കറക്റ്റായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാക്കും ഫ്രണ്ട് ഇറങ്ങിപ്പോയത് വലിഞ്ഞു പോരുത്.